ഇന്ന് ടി വി ഒന്ന് തുറന്നാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറിയാൽ, അതുമല്ല പൊതുസമൂഹത്തിലിറങ്ങി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ അവിടങ്ങളിലെല്ലാം ചർച്ചകളും സംവാദങ്ങളും ഉപദേശങ്ങളും കൊണ്ട് നമ്മുടെ തല ചെകിടിക്കുകയാണ്. എന്നാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ മലയാളികൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങാൻ മഹാമടിയന്മാരായി തീർന്നിരിക്കുന്നു. ഇതിന് കാരണം അതിഥി തൊഴിലാളികൾ എല്ലാത്തിനും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ആപത്താണ് വിളിച്ചോതുന്നത്. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത വിപത്തിനെ നേരിടും. കാരണം കാല് ചലിച്ചില്ലെങ്കിൽ മരണം പിന്നാലെ കൂടുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. തന്നെയുമല്ല, നമ്മുടെ സംഹിതകളിലും നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ഈ അനങ്ങാപ്പാറ നയത്തിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരു കുറ്റിയെ കെട്ടിയ കാള പോലെ ഇങ്ങനെ നിന്ന് കറങ്ങിയാൽ നാം ഒരു കാര്യം ഉറപ്പാണ്, ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വരികയാണ്. അതായത്, ഉറച്ചു നിന്നവൻ ഒലിച്ചു പോയി, അല്ലെങ്കിൽ ചലിച്ചു നിന്നവൻ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ആ ചൊല്ല്.